സിമ്പിൾ ആയിട്ടുള്ള ഇതെന്ന് തോന്നുന്നത് ഒന്ന് നമ്മള് ഊണ് കഴിക്കുമ്പോൾ നമ്മള് മൊബൈൽ ഇത് പാടില്ല. ആ സമയത്ത് എല്ലാവരും സംസാരിക്കുക, ഫാമിലി, പിന്നെ ഒരു ഫാമിലി ടൈമിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്. ചിലപ്പോൾ പിള്ളേർക്ക് ഒരു അപ്പനോടോ അമ്മയോടോ പറയാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അതൊരു ആ ഗെയിമിങ്ങിലേക്ക് വേറെ ഇതിലേക്ക് പോകുന്ന പിള്ളേരുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ കാർട്ടൂൺ കാണുന്നവരുണ്ട്. അപ്പോൾ ഈയിടെ ഒരു കൊച്ച് ക്ലിനിക്കിൽ വന്നു, OP വന്നപ്പോൾ പറഞ്ഞ്, ആദ്യം പാരന്റാണ് പറഞ്ഞത്. പാരന്റ് പറഞ്ഞ ഇവള് സ്കൂളിൽ നടക്കുന്ന ഒന്നും എന്നോട് പറയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആണോ നീ എന്താ പറയാത്ത മോളെ എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നോട് ഒന്നും ചോദിക്കില്ല, അവര് ഫുൾ ടൈം മൊബൈലിലാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണോ? അപ്പൊ ആദ്യം അപ്പനെ നേരെയാക്കണം. അതെ. അപ്പൊ ഞാൻ പറഞ്ഞ മോളോട് പറഞ്ഞു, മോളെ ഇനി മുതൽ അവര് മോളെ ചോദിക്കും, മോള് വരുമ്പോ മൊബൈലൊന്നും ഉപയോഗിക്കില്ല, അങ്ങനെ അല്ലെങ്കിൽ മോള് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒരു ജെന്റിലായിട്ട് പറഞ്ഞു. അടുത്ത പ്രാവശ്യം വന്നപ്പോ ഞാൻ മോളോട് ചോദിച്ചു, എങ്ങനെയപ്പോ അപ്പനമ്മയൊക്കെ വിശേഷം? ഇപ്പൊ നല്ല വിശേഷം എല്ലാം ചോദിക്കുന്നുണ്ട്, സംസാരിക്കാൻ സാധിക്കും. അല്ല, ഈ റീൽസ് ഒക്കെ വന്നപ്പോഴേ ഈ പേരൻസിനും അതിനകത്ത് മണിക്കൂറുകൾ ഇരിക്കുക ഒരു ടേസ്റ്റായി. നല്ല രസമാ കുറച്ച് മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് പോകാൻ. അപ്പൊ സമയം പോകുന്ന അറിഞ്ഞതേ ഇല്ല എന്നാ പല പേരൻസും പറയുന്നത്. അപ്പൊ അതിനോട് കുട്ടികളും കണ്ടോണ്ടിരിക്കും. പെട്ടെന്ന് തീരും. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഇതിലൊരു ഡോപ്പമീൻ ഹോർമോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതുവരെ നമുക്കൊരു ഫീൽ ഗുഡ് ഹോർമോണാണ്. അതുകൊണ്ടാണ് പണ്ട് നമ്മള് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 5 മണിക്ക് കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിക്ക് കളിക്കാൻ പോയില്ലെങ്കിൽ നമുക്കൊരു ക്രേവിങ്, അല്ലെങ്കിൽ ഇന്ന് പോണില്ലല്ലോ, പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മൊബൈലിൽ ഷോർട്സ് കണ്ടു കഴിയുമ്പോൾ ആ ഡോപ്പമീൻ റിലീസ്, പ്ലഷർ കിട്ടും. അത് കളിക്കുമ്പോഴായാലും ഒരു 3 ഇരട്ടി പ്ലഷർ നമ്മൾ ഈ ഷോർട്സ്, 1 മിനിറ്റിന്റെ ഷോർട്സിൽ തള്ളി വിടുമ്പോ കിട്ടും. ഈയിടെ UK ഒരു സ്റ്റഡി നടന്നു. നഴ്സറിയിൽ വരുന്ന പിള്ളേര് അവർക്ക് നോട്ട് ബുക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അവര് നോട്ട് ബുക്ക് എടുത്തിട്ട് സ്ക്രോൾ ചെയ്യാണ്, അല്ലെങ്കിൽ അതിന്റെ പേജ് മറിക്കാൻ അറിയില്ല. അതുപോലെ അവർക്ക് കുത്തി പരിചയം ടാപ്പ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പൊ അവര് 3-ൽ 1 കൊച്ചിന് ശരിക്കും പറഞ്ഞ 28% പിള്ളേർക്ക് അത് എങ്ങനെയാണ് ഒരു നോട്ട് ബുക്ക് നേരെ പിടിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അതെല്ലാം നമുക്ക് പഠിപ്പിക്കാനായിട്ട് ഫാമിലി ടൈം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ബെഡ്റൂമിൽ നമ്മളെ മൊബൈൽ ഇത് ഉപയോഗിക്കാതിരിക്കും.